Hi guys, it's me, the Mallu Banker. So, in this video, I will be sharing my SBI PO live mock test score and reasoning strategy. അപ്പോൾ ഞാൻ എസ് ബി ഐ പി ഒ പ്രിലിംസിൻ്റെ ലൈവ് മോക്ക് ഒലിവ് ബോർഡിൽ നിന്ന് ഇന്നലെ അറ്റംപ്റ്റ് ചെയ്തിരുന്നു ആൻഡ് ഞാൻ ആ ഒരു മാർക്സ് നിങ്ങളോട് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ റീസണിങ്ങിൻ്റെ സ്ട്രാറ്റജി എങ്ങനെ ഈസി ആയിട്ട് പസിൽസ് സോൾവ് ചെയ്യാൻ ഒരു സൂപ്പർ ട്രിക്ക് അത് ഞാൻ എന്താണ് ഫോളോ ചെയ്യുന്നത് ഞാൻ അങ്ങനെ സോൾവ് ചെയ്താണ് എൻ്റെ റീസണിങ്ങിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, ആസ് യു ഓൾ നോ, നമ്മളുടെ റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ മാർക്സ് പോകുന്നത് പസിൽസിനും സീറ്റിങ്ങിനുമാണ്. സോ ആ ഏരിയാസിൽ എങ്ങനെയാണ് സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നത്, അങ്ങനെ ഞാൻ ആക്കിയിട്ടുള്ള ടിപ്സാണ് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻഡ് അതിന് മുൻപായിട്ട് എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. ഇഫ് യു നീഡ് എനി ഫ്രീ പി ഡി എഫ്സ് യു ക്യാൻ ഹാവ് എ ലുക്ക് ദർ. ആൻഡ് അവിടെ ഞാൻ ധാരാളം ഫ്രീ പി ഡി എഫ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. സോ ഞാൻ എസ് ബി ഐ പി ഒ അതിൽ ഇംഗ്ലീഷ് ഞാൻ 36 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. ആൻഡ് ക്യു എ 21ഉം അതുപോലെ തന്നെ റീസണിങ് 22 ആണ് അറ്റംപ്റ്റ് ചെയ്തിരുന്നത്. ടോട്ടൽ എൻ്റെ അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 79 ആയിരുന്നു. ആൻഡ് എനിക്ക് ഒലിവ് ബോർഡിലെ ഈ ഒരു മോക്ക് എസ് ബി ഐ പി ഒ പാറ്റേണുമായിട്ട് അത്ര സിമിലർ ആയിട്ട് തോന്നിയില്ല. കുറച്ചൊരു ഈസി ലെവൽ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഗൈഡിലൊക്കെ ചെയ്തു വെച്ച് നോക്കിയപ്പോൾ ഒരു ക്ലർക്ക് ലെവലിനേക്കാളും കുറച്ചൊരു ഹയർ ലെവൽ, എന്നാൽ പി ഒ ലെവലിലോട്ട് എത്താത്ത രീതിയിലാണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ തോന്നിയത്. ബട്ട് ചില സെക്ഷൻസ് ഒക്കെയും കുറച്ച് ടഫായിട്ടും തോന്നിയിരുന്നു. ഓക്കെ, സോ ഇംഗ്ലീഷിൽ എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 36 ആയിരുന്നു. ബട്ട് അതിൽ എനിക്ക് 25 കറക്റ്റ് ആയിട്ടുള്ളായിരുന്നു. ആൻഡ് എനിക്ക് 11 നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ക്യു എ ആണ്. ക്യു എയിൽ ഞാൻ 21 അറ്റംപ്റ്റ് ചെയ്തു. ആൻഡ് എനിക്ക് 21ഉം കറക്റ്റായിട്ട് തന്നെ വന്നു. ആൻഡ് ദെൻ റീസണിങ് ചെയ്തു. 22 ആണ് അറ്റംപ്റ്റ് ചെയ്തത്. ദെൻ 21 കറക്റ്റായി, ഒരെണ്ണം റോങ് വന്നു. ഏതെങ്കിലും ഒരു സില്ലി മിസ്റ്റേക്ക് ആയിരിക്കാം അത്, അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ഇതുവരെ വന്നിട്ടില്ല. സോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു മോക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യുക. ഇന്ന് 7 PM വരെ ആ മോക്കിന് വാലിഡിറ്റി ഉള്ളൂ. ആൻഡ് ഐ തിങ്ക് ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കും അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കും. സോ ദെൻ സ്കോഴ്സ് വന്നിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ 22.25 ആണ് വന്നത്. ദെൻ ക്വാൻസിൽ 21ഉം റീസണിങ്ങിൽ 20.75 ആണ് എൻ്റെ സ്കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് 12 റോങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 12 നെഗറ്റീവ്സും വന്നു, 67 കറക്റ്റ് ആവുകയും ചെയ്തു. ആൻഡ് മൈ ടോട്ടൽ സ്കോർ വാസ് 64. ആൻഡ് ഈ ഒരു മോക്ക് വെച്ച് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു അതൊരു കുറച്ച് ലോവർ സ്കോർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു മോക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്സ് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ദെൻ ഇത്രയുമാണ് എനിക്ക് കിട്ടിയ സ്കോഴ്സും. ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര എക്സാം റെലവൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് വ്യൂസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ റീസണിങ് സ്ട്രാറ്റജി എന്താണെന്ന് പറയാം. സോ കമ്മിങ് ടു റീസണിങ്, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് പസിൽസ് ആൻഡ് സീറ്റിംഗ് ആണ്. സോ ഞാൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന റീസണിങ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്വാൻസ് എല്ലാത്തിനുമുള്ള സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോയും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുക. അത് നിങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി വീഡിയോ ആണ്. സോ നമ്മൾക്ക് റീസണിങ്ങിൽ ഞാൻ എങ്ങനെയാണ് മാർക്സ് കൂട്ടുന്നതെന്ന് പറയാം. സേ ദിസ്, ഞാൻ ഇത് ഇന്നലെ ഒരു ഡേയിൽ ഇരുന്ന് റീസണിങ്ങിൻ്റെ പസിൽസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇത്രയും പസിൽസ് ഞാൻ ഇന്നലെ ഒറ്റ സിറ്റിങ്ങിൽ ഇരുന്ന് ചെയ്ത ഒരു പേപ്പറാണ് നിങ്ങളെ കാണിക്കുന്നത്. സോ നിങ്ങളും ഇതുപോലെ ഒരു ഐ തിങ്ക് ഞാനൊരു 20 പസിൽസ് ആണ് ചെയ്തത്. ഓക്കെ, നമ്പർ ഇട്ടാണ് ചെയ്തത്. 11, 12, 17, 18, 19, 20. ഓക്കെ, 20 പസിൽസിൻ്റെ ഒരു സെറ്റ് ഞാൻ ചെയ്തു. ആൻഡ് ഞാൻ കുറേ നാളായിട്ട് പ്രാക്ടീസ് ഒന്നും ഇല്ലാതിരുന്നിട്ടായിരുന്നു ഇങ്ങനെ ഒരു പസിൽസിന് വേണ്ടിയിട്ട് ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തത്. ആൻഡ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റീസണിങ് സ്പീഡും ഇമ്പ്രൂവ് ആകുന്നതായിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ റീസണിങ്ങിൻ്റെ പസിൽസ് ആൻഡ് സീറ്റിങ്ങും ഇതുപോലെ ചെയ്താണ് എല്ലാ എക്സാംസിന് വേണ്ടിയിട്ടും, ഈ എക്സാംസിനൊക്കെ മുൻപ് ഇങ്ങനെ ചെയ്താണ് എൻ്റെ മാർക്സ് ഞാൻ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ അങ്ങനെ ഒരു ഡെയിലിയിൽ ഒരു റീസണിങ് അത്രയും വീക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെയിലി അങ്ങനെ ഒന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ
നിങ്ങൾക്ക് ഉറപ്പായിട്ടും റീസണിങ്ങിൽ പസിൽസ് ചെയ്യുന്നതിന് നല്ലൊരു ഡിഫറൻസ് തോന്നുന്നതായിരിക്കും. സോ ഇത് ഞാൻ ചെയ്തത് എൻ്റെ ടെലിഗ്രാമിൽ ഞാൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫ്രീ PDF ഓക്കെ PO പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള PDF ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ PDFിൽ നിന്ന് ഒരു 20 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ടൈമർ ഒന്നും യൂസ് ചെയ്തില്ല. കാരണം PO ആകുമ്പോൾ കുറച്ചൊരു ട്രിക്കി ലെവൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം ചെയ്യുന്നത് കൊണ്ട് ടൈമർ ഒന്നും യൂസ് ചെയ്തില്ല. ടൈമർ ഒന്നും യൂസ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്പർ ഇട്ട് ചെയ്ത് എല്ലാത്തിൻ്റെയും ആ ഒരു പസിൽസ് ഡീകോഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ലാസ്റ്റ് ആ 20 ക്വസ്റ്റ്യൻസും കൂടെ ഒരുമിച്ച് നോക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ റീസണിങ്ങിൻ്റെ സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സെക്ഷണൽ മോക്ക് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെ മാർക്സ് ഇമ്പ്രൂവ് ആവുന്നത് കാണാൻ പറ്റും. ആൻഡ് ഇതാണ് ഞാൻ റീസണിങ്ങിന് ഫോളോ ചെയ്യുന്ന എൻ്റെ സ്ട്രാറ്റജി. ഇതിപ്പോൾ സിലോജിസത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു 50 സെറ്റ് സിലോജിസം ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, അത് ചെയ്ത് നോക്കുന്നു. ഓക്കെ, അതിൽ തെറ്റ് വന്നാലും കുഴപ്പമില്ല. തെറ്റ് വരുന്നത് എവിടെ നിന്നാണ് തെറ്റ് പറ്റിയത് എന്ന് നോക്കി മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഏരിയയെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.